ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രോമ വളർച്ചയുള്ള ആൾക്കാർക്ക് അത് നശിപ്പിക്കാൻ വേണ്ടി, അതായത് ആ രോമ വളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പെഡിക്യൂർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, പുമിങ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ പുമിങ് സ്റ്റോൺ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നമ്മൾ സാധാരണയായിട്ടത് കാലിൽ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് ഉപ്പുറ്റിയിലിട്ട് ഉരച്ച് കഴുകുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കാരണം കല്ലാണ്. അപ്പോൾ ഈ കല്ല് അതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചില ആൾക്കാർ വാക്സ് ചെയ്ത് മാറ്റാറുണ്ട്. പഞ്ചസാര ലായനിയും അതിന് തേനും മിക്സ് ചെയ്ത് അതൊക്കെ ചൂടാക്കിയ ശേഷം അത് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് ചെയ്യാനായിട്ടൊരു 1/4 ഗ്ലാസ് പാലെടുക്കുക, അതിലേക്കൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അത് കാലിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുമിങ് സ്റ്റോൺ എന്ന് പറയുന്ന ആ സ്റ്റോൺ ഉപയോഗിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആ സ്റ്റോൺ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോഴിത് ഈ രോമം പൊഴിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞ് പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു ഭാഗത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഈ രോമ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഈ രോമ വളർച്ച പൊഴിഞ്ഞു പോയതിൽ ആ ഭാഗം നമ്മൾ ഒരു കമുകിൻ്റെ പൂവ് കുറച്ച് ഉണക്കി പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ പ്ലാവിൻ്റെ തൊലി കരിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിശ്രിതം നമ്മൾ വെച്ചിരുന്ന ശേഷം കുറച്ച് ഈ തൊലിയുമായിട്ടൊക്കെ ചുട്ട് കരിച്ച ഈ തൊലിയുമായിട്ട് കൂട്ടിച്ചേർത്ത ശേഷം ഇത് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം ഇതൊന്ന് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോമ വളർച്ച, അമിതമായിട്ട് വരുന്ന രോമ വളർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ കഴിയും നമുക്ക്. അപ്പോൾ ആ ഒരു അമിത രോമ വളർച്ച നമുക്ക് തടയാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് കാലുകൾ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാനും കഴിയും. അപ്പം നമുക്ക് ഈ ഒരു സുന്ദരമായ കാലുകളായിരിക്കും മാസത്തിൽ ഒരു പ്രാവശ്യം പെഡിക്യൂറൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും സൗന്ദര്യമുള്ള കാലെല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ ചില ആൾക്കാർക്ക് വളങ്കടി ഉണ്ടാവാറുണ്ട് കാലുകളിൽ. ഞാൻ ഇന്നലെ കൈയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ കാലുകൾ വളങ്കടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. അതായത് വെള്ളത്തിലും ചെളിയിലും ഒക്കെ ഇറങ്ങുന്ന ആൾക്കാർക്ക്, കൂടുതലായിട്ട് ചവിട്ടി നിൽക്കുന്ന, വെള്ളത്തിലും ചെളിയിലെല്ലാം ചവിട്ടി നിൽക്കുന്നവർക്ക് വളങ്കടിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആവണക്കെണ്ണ എടുത്ത ശേഷം അതിൽ മഞ്ഞൾ ചേർത്ത് പുരട്ടി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതായത് നമുക്ക് മഞ്ഞൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇളം പാക്ക്, കമുകിൻ്റെ തന്നെയാണ് ആ പാക്ക് എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മൾ പല കാര്യങ്ങൾക്ക് കമുകിൻ്റെ ഇല എല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പക്ഷേ അത്രയ്ക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ആവശ്യങ്ങൾക്കുള്ളതെന്ന്. നമുക്ക് പാക്ക് കഴിക്കുന്ന മരം, അത് പാക്ക് ഉപയോഗിക്കാൻ മാത്രമേ അറിയാവൂ എന്നുള്ള ഒരിതാണ്. പക്ഷേ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാൻ കഴിയുമായിരിക്കും. ഇളം പാക്ക് അരച്ചെടുത്ത ശേഷം ഇത് വളങ്കടിയുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ ഇത് നിശേഷം മാറിക്കിട്ടും. അതുപോലെ തന്നെ വെള്ളത്തിലും ചെളിയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് വളങ്കടി വരുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണ പുരട്ടി ഇതിൽ ഇറക്കി ഒരു പരിധിവരെ ഇത് അകറ്റാൻ സാധിക്കും, ഈ ഒരു സംഭവം പുരട്ടി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സുകൾ നിങ്ങൾ ചെയ്തു നോക്കുക, ഇതും ചെയ്തു നോക്കുക. ഇനിയെന്ന് പറഞ്ഞാൽ, നമ്മൾ കമുകിൻ്റെ ഇല കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, തലമുടിയിൽ പേൻ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതിൻ്റെ താളി ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് തേച്ച് കഴിഞ്ഞാൽ പേനിൻ്റെ ശല്യമെല്ലാം അതോടുകൂടി ഇല്ലാതാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കമുകിൻ്റെ ഇലയും പൂവും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പൈസ മുടക്കില്ലാത്ത ടിപ്സുകളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം നിങ്ങളിതെല്ലാം ചെയ്തു നോക്കുക. അപ്പോൾ ടാറ്റാ, പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.